യുപി മുന്നിട്ട് നിൽക്കുന്നത് SP 31, കോൺഗ്രസ് 6. ഒരുപക്ഷെ രണ്ട് കാര്യങ്ങൾ ഇതിൽ വലിയ ഘടകമായി മാറിയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. പ്രധാനമായും യുപിയിലെ ഫലം എന്തുകൊണ്ട് മാറി വരുന്നു എന്നത് പുറത്തു കാണുന്ന ഒരു അന്തരീക്ഷത്തിന് ബദലായി പിന്നോക്ക വിഭാഗവും അതുപോലെ പട്ടിക വിഭാഗവും വീണ്ടും കോൺഗ്രസിലേക്കും അതുപോലെ SP-യിലേക്കും ഒക്കെ മാറുന്നുവെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. പിന്നാക്ക വിഭാഗം രാഹുൽ ഗാന്ധി 13,454 വോട്ടിന് മുന്നിൽ. അഞ്ജുരാജ് ഉണ്ടെങ്കിൽ അഞ്ജുരാജ് അവിടെ എന്താണ്? മുരളീധരൻ ആണോ VS സുനിൽകുമാർ ആണോ ഇപ്പോൾ രണ്ടാമത്? സുരേഷ് ഗോപിയുടെ ലീഡ് നില 7,400. കോൺഗ്രസ് മണ്ഡലം നിലനിർത്താൻ ശ്രമിച്ചു, പക്ഷേ മൂന്നാം സ്ഥാനത്താണ് മുരളീധരൻ. അഞ്ജരാജ് സ്വാഭാവികമായും വലിയ തോതിലുള്ള ഒരു ലീഡിലേക്കാണ് അല്ലെങ്കിൽ ഒരു പല സൂചനയിലേക്ക് എന്ന് വേണമെന്ന് പറയാം. കാരണം ഏറ്റവും പ്രധാനമായ 2 റൗണ്ടുകളാണ് തൃശ്ശൂരിൽ പൂർണ്ണമാകും. ആ 2 റൗണ്ട് പൂർണ്ണമാകുമ്പോൾ ക്രമാനുഗതമായി ഒന്നാം സ്ഥാനത്ത് തന്നെ സുരേഷ് ഗോപി നിലനിൽക്കുന്നു. 7, 6, 3, 4 അദ്ദേഹത്തിന്റെ 7-4-3-4 അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ലീഡ് നിലവരുന്നത്. അദ്ദേഹം പഠിച്ചിരിക്കുന്നു. സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം. ഈ മത്സരത്തിന്റെ മാത്രമാണ് BJP ലീഡ് ചെയ്യുന്നത്. കോൺഗ്രസ് 70 മണ്ഡലത്തിൽ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയിരിക്കുന്ന സമാജ്വാദി പാർട്ടിയാണ്. കഴിഞ്ഞ തവണത്തെ 5 സീറ്റിൽ നിന്നവണ 31 സീറ്റിലേക്ക് ഈ ഘട്ടത്തിൽ അവരുടെ ലീഡ് നില ഉയർന്നിരിക്കുകയാണ്. അനുസരിച്ച് BJP ഇപ്പോൾ 32 സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. സമാജ്വാദി പാർട്ടി 31 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. മാറി മാറി വരുന്നുണ്ട്. പക്ഷേ 64 LDA 64 സീറ്റിൽ വിജയിച്ച സ്ഥലത്താണ്. അതാണ് തിരിച്ചടിയാണ്. പക്ഷെ തീരെ പുറകിൽ നിന്നിടത്ത് BJP കുറച്ച് മാറ്റം വരുന്നുണ്ട്. ഗുജറാത്തിൽ ഉത്തർപ്രദേശിൽ കിട്ടുന്ന സീറ്റ് ഇന്ത്യ സഖ്യത്തിന് വളരെ വളരെ നിർണായകമാണ്. UP പ്ലസ് കോൺഗ്രസ് നേരത്തെ പ്രശാന്ത് പറഞ്ഞതുപോലെ ഇന്ത്യ സഖ്യം അവകാശപ്പെട്ടത് 40 സീറ്റാണ്. ഒരുപക്ഷെ അങ്ങനെത്താനുള്ള വാരാണസിയിൽ മോദി പിന്നിൽ തുടരുമ്പോൾ മോദിയുടെ ഗുജറാത്തിൽ 8 സീറ്റിൽ കോൺഗ്രസ് മുന്നിൽ ലീഡ് ചെയ്യുകയാണ്. 17 സീറ്റിൽ BJP ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ കോൺഗ്രസിന് 8 സീറ്റിൽ ലീഡുണ്ട് എന്ന് ഓർമ്മിക്കുക. വാരാണസിയിൽ മോദി ആദ്യഘട്ടത്തിൽ പിന്നിലാണ് എന്നത് തന്നെയാണ്. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് 3,522 വോട്ടിന് ശശി തരൂർ ലീഡ് ചെയ്യുകയാണ്. തിരുവനന്തപുരത്ത് വീണ്ടും ശശി തരൂർ 3,522. ബെന്നി ബെഹനാന്റെ ലീഡ് നില 4,371 മാറിയിരിക്കുന്നു.